വെറുതെ പറയുന്നതല്ല, എല്ലാത്തിനും കണക്കുകളുണ്ട്. നാളികേരത്തിന് വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുന്ന വെളിച്ചെണ്ണകളെല്ലാം യഥാർത്ഥത്തിൽ വെളിച്ചെണ്ണകളാണോ? നമസ്കാരം. വീണ്ടും ചില അപ്രിയ സത്യങ്ങളാണ് പറയുന്നത്. 1.5 കിലോ കൊപ്രയിൽ നിന്നും 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുമെന്നിരിക്കെ നാളികേരത്തിന് വളരെയധികം വില കയറി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണകളെല്ലാം യഥാർത്ഥത്തിൽ വെളിച്ചെണ്ണകളാണോ? അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് ഇത്രയും വിലയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണ തരുവാൻ സാധിക്കുമോ? നമ്മൾ ചിന്തിക്കണം. വെറുതെ പറയുന്നതല്ല, എല്ലാത്തിനും കണക്കുകളുണ്ട്. 1.5 കിലോ കൊപ്രയിൽ നിന്നുമാണ് 1 ലിറ്റർ വെളിച്ചെണ്ണ എടുക്കാൻ സാധിക്കുന്നത്. അതും എല്ലാ കൊപ്രയിലും 65% എണ്ണയുണ്ടെങ്കിൽ മാത്രം. ഇനി 1.5 കിലോ കൊപ്ര ഉണ്ടാക്കുന്നതിന് 5 കിലോ നാളികേരം ആവശ്യമാണ്. കണക്കുകൾ നിങ്ങൾക്ക് തന്നെ കൂട്ടി നോക്കാം. മാർക്കറ്റിൽ ലഭിക്കുന്ന നാളികേരത്തിന്റെ വില എന്താണ്? അതിൽ നിന്നും എത്ര രൂപയ്ക്കുള്ള നാളികേരം എടുത്താൽ നമുക്ക് കൊപ്രയാക്കാം? ഇനി ഈ കൊപ്രയാക്കുന്നതിന് ഡ്രയറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലവുകൾ കൂടുതലാണ്. അപ്പോൾ ഈ വിലയ്ക്ക് കൊപ്ര കൊടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. പോട്ടെ, ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നിലവാരം വെച്ചൊന്ന് കണക്കുകൾ കൂട്ടി നോക്കാം. ഇതാ ഇന്നത്തെ മാർക്കറ്റ് നിലവാരമാണ് ഈ കാണിച്ചിരിക്കുന്നത്. 219 രൂപയാണ് 1 കിലോ കൊപ്രയുടെ വില. അപ്പോൾ 1.5 കിലോ കൊപ്രയ്ക്ക് 328 രൂപ 50 പൈസയായി. ഇനി നമ്മളെടുത്ത 1.5 കിലോ കൊപ്ര 65% എണ്ണയുള്ളതാണ് എന്ന് കരുതുക. അപ്പോൾ 1.5 കിലോ കൊപ്രയിൽ നിന്നും നമുക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ ലഭ്യമായി. അപ്പോൾ 1.5 കിലോ കൊപ്രയ്ക്ക് എത്ര വില വന്നു? 328 രൂപ 50 പൈസ എന്ന തോതിൽ വന്നു. ഇനി ഇത് ആട്ടുന്നതിനും ഇതിന് ലേബറിന്റെ ചാർജും ഉണ്ട്. ഇനി ഇതൊരു മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന മാനുഫാക്ചറിംഗ് കമ്പനിയാണെങ്കിൽ മാർക്കറ്റിംഗിലേക്ക് എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? നിങ്ങൾ ചിന്തിക്കണം. ഒരു വണ്ടി ഓടുമ്പോൾ അതിനുള്ള കാശ്, അതുപോലെ ഒരു സെയിൽസ്മാൻ, ഒരു ഡ്രൈവർ, ലേബലിംഗ്, പാക്കിംഗ്, ഇതെല്ലാം കൂടി എത്ര രൂപ ചിലവ് വരും? ഇത് 1 കിലോയുടെ കണക്ക് അല്ലെങ്കിൽ 1.5 കിലോ കൊപ്രയുടെ കണക്ക് പറയാൻ കാരണം ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇതിന്റെ അളവ് കൂടുന്തോറും ചിലവുകൾ കൂടും. കൊപ്രയ്ക്ക് വിലയായി, പ്രൊഡക്ഷൻ റേറ്റ് കൂടി, ഇതിൽ കുറയുന്ന 2 ചാർജ്, 10 ബോട്ടിലെടുത്താലും 1 ബോട്ടിലെടുത്താലും വണ്ടിക്ക് വരുന്ന റണ്ണിങ് കോസ്റ്റ്, ഡ്രൈവറുടെ ചാർജ്, അതുപോലെ എക്സിക്യൂട്ടീവിന്റെ ചാർജ്, ഇത് മാത്രമാണ് ഇതിൽ കുറവുകൾ സംഭവിക്കുന്നത്. ഇനി കൊപ്ര എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി.